ഗൈസ്, ഇന്ന് ഒരു ഔട്ടിംഗ് ഡേ ആണ്. ഞായറാഴ്ച സമയം എത്രയായി? ഞായറാഴ്ച ഔട്ടിങ്ങിന് ഞങ്ങൾക്ക് 8 മണി തൊട്ട് 5 മണിയായിരുന്നു. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് 5 മണി വരെ ഔട്ടിംഗ് ഉണ്ട്. അപ്പം അതിന് ഔട്ടിങ്ങിന് പോകണം എന്ന് ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾക്ക് 8 മണിക്ക് എഴുന്നേറ്റ്. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾ റെഡി ആവാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 9:15 9:30 ആയി കാണും. അപ്പോൾ ഓരോരുത്തരും റെഡി ആവാനുള്ള ഇതിലാണ്. കണ്ടോ, ഒരാളിവിടെ കിടന്ന് സുഖമായിട്ട്, അയ്യോ കാണുന്നില്ല ഫേസ് കണ്ടോ ഉറങ്ങുന്നു. കാരണം കൊച്ചിന് ഔട്ടിങ് ഇല്ല, ക്യാൻസലാക്കി. ഇവിടെയൊക്കെ രണ്ടാമത്തെ ഔട്ടിങ് ക്യാൻസലൊക്കെ ആക്കുന്നു. അപ്പം അതിൻ്റെ ഒരു ഔട്ടിങ് ക്യാൻസലാണ്. പിന്നെ അടുത്ത ആൾ വരൂ, വാ. അത് ഇപ്പം പല്ലേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് വന്നതേ ഉള്ളൂ. ഇതാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ അമൃത എന്ന് പറയുന്ന ഒരു ശവം. അടുത്ത ആൾ വരൂ. അങ്ങോട്ട് ഞാൻ വരുന്നില്ല, റൂമൊക്കെ നല്ല ക്ലീൻ ആയതുകൊണ്ടേ. ഇതാണ്ട് അടുത്ത വ്യക്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളൊക്കെ റെഡി ആവുകയാണ്. ആരും റെഡി ആയിട്ടില്ല. ഞങ്ങളൊക്കെ എഴുന്നേറ്റ് പല്ലേച്ച് ഫേസൊക്കെ കഴുകി ഇനി റെഡി ആവണം. അത് കഴിഞ്ഞാൽ അടുത്ത ആൾ അവളുടെ റൂമിലാണ്. അപ്പം അവളെയും പോയി വിളിച്ചുണർത്തിയിട്ടുണ്ട്. ഇനി അവൾ റെഡി ആയിട്ട് വരും. അപ്പം ഞങ്ങൾ ഇനി ബാക്കിയൊക്കെ പോകുന്ന വഴിക്കെടുക്കാം. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം എൻ്റെ കൊച്ചിന് ഔട്ടിങ് ഇല്ല, അതുകൊണ്ടാണ് ഈ രൂപത്തിൽ നിൽക്കുന്നത്. കുഴപ്പമില്ല, ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ എൻ്റെ കൊച്ചിന് വല്ലതും മേടിച്ചിട്ട് കൊടുത്തോളാം. അപ്പോഴത്തേക്ക് അത് ഓക്കെ ആയിക്കോളും. ഇനി കുറച്ച് ദിവസത്തേക്കുള്ള ഇതേ ഉള്ളൂ. അപ്പം ഞങ്ങളൊക്കെ റെഡിയായി. ഞങ്ങളെല്ലാവരും ചുരിദാറിലാണ്. ബാംഗ്ലൂർ ഒന്ന് മോഡേണായി, ഞങ്ങളെല്ലാവരും ചുരിദാറിലും ആയി. അപ്പം ഇറങ്ങാൻ പോവാണ്. അപ്പം ഇറങ്ങാം. വിഷമം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബുക്കിലൊക്കെ എഴുതിയിട്ട് ഇറങ്ങാൻ പറ്റും. ഔട്ടിങ്ങിൻ്റെ ഇന്നോ ഔട്ട് സമയം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പുറത്തോട്ടിരിക്കാം. അവിടെ വരട്ടെ. ഹോസ്റ്റലിൻ്റെ പുറത്തിറങ്ങിയൊക്കെയാണ്. അപ്പോൾ പുറത്തിറങ്ങിയൊക്കെയാണ്. ഇനി പുറത്ത് പോയിട്ട് മെട്രോയിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കളിക്കാം. ഹലോ ഗൈസ്, നല്ല വെയിലായോട്ടാണ്. സാധനയുടെ ഓരോ കോപ്രായങ്ങൾ സ്വന്തമായിട്ട് ഷോൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യൂല. അന്യമറ്റേ സാധനങ്ങളെ എടുക്കാറുള്ളൂ. ശിവേ, ഞങ്ങൾ ദാണ്ടെ മെട്രോയിലോട്ട് നടക്കുകയാണ്. ചൂട് സഹിക്കാൻ വയ്യ ഗൈസ്. ചൂടല്ല, വെയിൽ. ചൂടത്രയില്ല. ഇവിടെ തണുപ്പാണ് ഏറ്റവും കൂടുതൽ. തണുപ്പാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ഇപ്പം ഇത്രയും വെയിലുണ്ടെങ്കിലും വീശുന്ന കാറ്റിനൊരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. സത്യമായിട്ട് ഇത്ര ചൂടുണ്ടെങ്കിലും തണുപ്പ് ഒട്ടും പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് തണുപ്പ് ഒട്ടും പറ്റത്തില്ല. ഞാനൊക്കെയാണ്, ഞാൻ 3 പുതപ്പൊക്കെയായിട്ട് രാത്രി കിടന്ന് ഉറങ്ങുന്നത്. പൊളിയാണ് ഞാൻ. അപ്പം ഞങ്ങൾ നടക്കുകയാണ്. ഇനി മെട്രോയിൽ ചെന്നിട്ട് ബാക്കി കഴിക്കണം. അങ്ങനെ നമ്മൾ നടന്ന് മെട്രോയിൽ എത്തിയൊക്കെയാണ്. ഒരുത്തി ഫോൺ വിളിച്ച് ചൊല്ലിക്കൊണ്ട് ഫ്രണ്ടിൽ പോവാം. ഞങ്ങളിപ്പം നടന്ന് മെട്രോയിൽ എത്തിയൊക്കെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇന്ന് പറ. അവിടം വരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വിഷയങ്ങൾ വേണമല്ലോ. ഈ പെൺപിള്ളേരെ സംബന്ധിച്ച് പെൺപിള്ളേർ വായി നോക്കാറില്ല. പെൺപിള്ളേർ തന്നെ വായി നോക്കാറുള്ളത്. അവരുടെ ഡ്രസ്സിങ്, ഹെയർ സ്റ്റൈല്, അവരുടെ രീതികൾ, അവരെവിടെ നിന്നുള്ളതാണ് എന്നൊക്കെ ഉള്ളത്, അതൊക്കെ നമ്മൾ നോക്കാറുള്ളൂ. അത് പൊതുവേ ഗേൾസ് അങ്ങനെയാണെന്ന് തോന്നുന്നു. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് പെൺപിള്ളേർ ചെറുക്കന്മാരെ നോക്കുന്നത് ഒരിക്കലും അല്ല. ഏറ്റവും കൂടുതൽ പെൺപിള്ളേരെ തന്നെ വായി നോക്കാറുള്ള ഡ്രസ്സിങ് അതൊക്കെയാണെന്ന് തോന്നുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അതാണോ, ആൺപിള്ളേരെ നോക്കുന്നതിനേക്കാളും പെൺപിള്ളേരെ തന്നെ നോക്കും. പിന്നെ ഞങ്ങൾ നോക്കുന്നത് ഓരോരോ അവിടുത്തെ ഷോപ്പുകൾ, അവിടെ ഉള്ള ഡ്രസ്സ്, ചെരുപ്പ്, ബാഗ്, അങ്ങനെയൊക്കെ ഐറ്റംസ്. വേറെ ഒന്നും നമ്മൾ നോക്കാറില്ല. പിന്നെ ടിക്കറ്റ് എടുക്കണം. ഞങ്ങളിപ്പം മാളിൽ പോകാമെന്ന് വെച്ചാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോഴത്തേക്ക് മാളിൽ പോകാൻ എന്തിനാണ് ഇത്ര കെറ്റപ്പെന്നൊക്കെ ചോദിക്കും ചിലപ്പം. ഞങ്ങൾ എന്നും ഒരു ഊള ലുക്കിലാണ് ഇറങ്ങി വരുന്നത്. ഇത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലുക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ തനി ഊളകളാണ്. ഞങ്ങൾ തന്നെ മെട്രോയിലെത്തിയൊക്കെയാണ്. മെട്രോയിലെത്തി ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മോളിൽ പോകണം. ഫോറം മോളിൽ പോകണം. ഫോറം മോളിലാണ് പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ. ടിക്കറ്റ് എടുക്കാൻ ഫോണിലെടുക്കാൻ നിൽക്കുകയാണ്. തന്നെ ഫോൺ മെട്രോയിൽ കയറിയിട്ട് വീഡിയോ വേണമെങ്കിൽ എടുക്കാം അല്ലേ? ഞങ്ങൾ എടുക്കും, പൊളിക്കും. നമ്മളങ്ങനെ മെട്രോയിൽ കയറിയിരിക്കുകയാണ്.
രണ്ടുപേരും അപ്പുറത്തിരിക്കുക, ഓപ്പോസിറ്റ് ഉള്ളത് എടുക്കുക. കാണിച്ചേ വേണ്ട, അവരവിടെ ഇരിക്കുക. ഞങ്ങളിവിടെ മുകളിലെത്തി. ഇനി ഹൈപ്പറിലോട്ട് പോകാമെന്ന് പറഞ്ഞു. വെറുതെ അവിടെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഈ ഉപ്പിലിട്ടതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അതിനെ കാണാൻ വേണ്ടി പോവാം. റിവ്യൂ അന്നത്തെ കൊള്ളത്തില്ല. നമ്മൾ നാട്ടിൽ ഉള്ള പോലെ ഉപ്പിലിട്ടൊന്നും ഇവിടെ കിട്ടത്തില്ല. അത് പിന്നെ അങ്ങനെ ആണല്ലോ, നാട്ടിലെ സ്ഥാനം നാട്ടിലുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ അവിടുത്തെ നമ്മുടെ നാടെങ്ങനായിരുന്നു, അവിടുത്തെ ഫുഡ് ഒക്കെ നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ അവിടുത്തെ പോലത്തെ ഞാൻ ഫസ്റ്റ് ഈ എസ്കലേറ്റർ ഇറങ്ങാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കയറാനും ഇറങ്ങാനും. ഇപ്പോൾ ഓക്കെ, 1.5 വർഷമല്ലേ വന്നിട്ട്. ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതെ, ഇവിടെ വന്നിട്ട് ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഞങ്ങൾ അതാണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ശിവ സ്വർണ്ണം എടുക്കണം. ഒരു ബാങ്ക് ബാലൻസ് 0 ആയിരിക്കും, 1 രൂപ പോലും കാണത്തില്ല. എന്നിട്ടാണ് ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 000. അതെ, ഡയമണ്ട് ഒക്കെയാണ് ഞങ്ങളുടെ കണ്ണിൽ. വാങ്ങിച്ചൊക്കെ തരാതെ കുറച്ച് കോടീശ്വരിയാ. ബാങ്ക് ബാലൻസ് ഇപ്പോൾ എടുത്ത് കാണിക്കാൻ പറഞ്ഞാൽ 0 ആയിരിക്കും, 1 രൂപ പോലും അധികം കാണത്തില്ല. നമ്മളിതാണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ വേണ്ടി, ലുലുവിനെ ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ പറഞ്ഞ് ക്യാമറ അലൗഡ് അല്ലെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല. പക്ഷെ അവിടെ ഞങ്ങൾ ഉപ്പിലിട്ടത് കണ്ട് ഗൈസ്. ഞങ്ങൾ ശരിക്കും അതിനാണ് പോയത്. പിന്നെ അവിടെ ഫുള്ള് ഇന്ന് ചുറ്റിക്കറങ്ങി ഇതായി. അവിടെ മാങ്ങ, പൈനാപ്പിൾ, പേരയ്ക്ക കുറേയൊക്കെ കണ്ട് ഞങ്ങൾ. അപ്പോഴത്തേക്ക് അതൊക്കെ ഇങ്ങനെ പേരയ്ക്കൊക്കെ കാണുമ്പോഴേ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഇതാണ്, ഒരു വൈബാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന്. അപ്പോൾ അത് 2 മേടിച്ച് അവിടെ അവൾ പൈസ കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പം അവിടെ നിൽക്കേണ്ട, ഇങ്ങോട്ട് ഇറങ്ങി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അത് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയാം ഗൈസ്. അങ്ങനെ കിട്ടിയിരിക്കുന്നു, ഫൈനലി സക്സസ്. ഞങ്ങൾ മേടിച്ചിരിക്കുന്നു. ഇത് മേടിക്കാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ അത് മേടിക്കാനാണ് സത്യത്തിൽ താഴോട്ട് ഇറങ്ങി വന്നത്. അപ്പം വേറെ ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് ബാക്കി കൂടി മേടിക്കാമെന്ന്. അപ്പം വിചാരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മേടിക്കാമെന്ന്. കാരണം ടേസ്റ്റ് കൊള്ളത്തില്ലെങ്കിൽ പൈസ പോകുമല്ലോ. ഞങ്ങൾ എച്ചികളൊന്നും അല്ല, അത് മനസ്സിലാവുന്നുണ്ടല്ലോ. ബാംഗ്ലൂർ ഭയങ്കര എക്സ്പെൻസീവാണ് എല്ലാത്തിനും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മലയാളികളുടെ ദുബായ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓരോ സ്ഥലത്ത് നിന്നിട്ടും മലയാളികളെ സ്പോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സന്തോഷം. ഒന്ന് കാണിച്ച ശിവ. ഇനി ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് കാണിക്കും. ഫുഡ് കോർട്ടിലോട്ട് നടക്കുകയാണ്. വന്ന് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവനാണ് എൻ്റെ ക്ലാസ്സിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ശത്രു, ഇവനായിരുന്നു. പക്ഷേ ഇപ്പം കുഴപ്പമില്ല. കയറി ഇറങ്ങി അവന് വയ്യാത്തതാണ്. അവൻ ഇങ്ങനെ ഞങ്ങളെ ചുറ്റിച്ച് നടക്കും. സാധാ ഉപ്പിലിട്ട് തന്നെ നേരിയുള്ളൂ. കൊള്ളാം. നമുക്ക് അടുത്തത് മാങ്ങ ടേസ്റ്റ്. ഒരുമാതിരി വിനാഗിരിയുടെ ഒക്കെ എന്തൊക്കെയോ മസാല, എണ്ണയൊക്കെ ഇട്ട് എന്തൊക്കെയോ ഒരു മസാല. പക്ഷേ ഇത് കിട്ടും. പൈനാപ്പിൾ കൊള്ളാം, പക്ഷെ മാങ്ങ പോയി. കുഴപ്പമില്ല, പൈസ പോയി. നമ്മളങ്ങനെ ഫോറമ്പാളിയിൽ നിന്ന് പുറത്തിറങ്ങിയൊക്കെയാണ്. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഇവിടെ അടുത്തൊരു കടയുണ്ട്, ഞങ്ങളുടെ എന്നുള്ള സ്പോട്ടാണ്. അപ്പോൾ അവിടേക്ക് പോകണം. 40 രൂപ എന്നല്ല, അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ നോക്കേണ്ടത്. അപ്പം എല്ലാവരും ഇവിടെ പോകും. ഞങ്ങൾ കഴിക്കാൻ വന്ന കട അവധിയാണ് ഗൈസ്. കട അടച്ചിട്ടേക്കുന്നു. ഞങ്ങളിനി എന്ത് ചെയ്യും? പെട്ടുപോയിരിക്കുന്നു മല്ലയ്യ, പെട്ടുപോയിരിക്കുന്നു. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ കണ്ടുപിടിക്കണം ഗൈസ്. നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല ചിക്കൻ നൂഡിൽസും ഫ്രഞ്ച് ഫ്രൈസും കഴിക്കാൻ വന്ന് നിൽക്കുകയാണ്. എന്താണ് ഫ്രഞ്ച് ഫ്രൈസ്, അത് കഴിക്കാനാണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വന്നപ്പോഴും ഒരു ചെറിയ വിഷമമായി, എനിക്ക് സെൻറ്റ് ആയിപ്പോയി. കാരണം ഇവിടെ വന്ന് ഞങ്ങളിങ്ങനെ കഴിക്കാൻ നിന്നപ്പോൾ അവിടെ 3 കൊച്ചുങ്ങൾ, അവർ ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നു. അപ്പം അവർ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കളിക്കുകയും ഇതാവുകയും ചെയ്യുന്നു.
അവരുടെ അമ്മയും അച്ഛനും ഒക്കെ അവിടെ നിന്ന് പണി ചെയ്യുന്നത്. അപ്പം കടയിലോട്ടൊക്കെ ആ കുഞ്ഞുങ്ങൾ കയറി ചെന്നപ്പോഴത്തേക്ക് അവർ വഴക്കൊക്കെ പറഞ്ഞു. അത് കണ്ടപ്പോൾ ഒരു ചെറിയ വിഷമം. അപ്പം ഞങ്ങൾ വിചാരിച്ച് പോകുമ്പോഴത്തേക്ക് ആ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുത്തിട്ട് പോകാം. അതൊന്നും വീഡിയോയിൽ കാണിക്കില്ല, അതൊക്കെ ശരിയല്ലല്ലോ. അങ്ങനെ അതൊക്കെ ചെയ്ത് റീച്ച് ആവുന്നത് ശരിയല്ല. അപ്പം അത് കഴിഞ്ഞ ശേഷം കാണാം. ടാറ്റാ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പം സമയം 1:48 ഉള്ളൂ. ഞങ്ങൾക്ക് 5 മണി വരെ ഔട്ടിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് അവിടെ നിന്നപ്പോൾ വിഷമമായെന്ന്. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, വല്ലതും മേടിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വല്ലതും പറയുമോ, പ്രത്യേകിച്ച് നമ്മളെ നാടൊന്നും അല്ലല്ലോ. പക്ഷേ ഞങ്ങൾ കേക്ക് മേടിച്ച് കൊടുത്ത് ഒന്നും പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് ആ കൊച്ചുങ്ങളുടെ സന്തോഷം കണ്ടപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. അപ്പം ആ കൊച്ചുങ്ങളുടെ സന്തോഷം കണ്ടപ്പം സത്യം പറയാലോ സന്തോഷമായി. അപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ സംസാരിച്ച് വരുമായിരുന്നു. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം എല്ലാവരും ഞങ്ങളൊക്കെ സംബന്ധിച്ചേട്ടോ വീട്ടിലാണെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കി തന്നാലും സമയം തെറ്റിയൊക്കെ കഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത് മാറ്റി വയ്ക്കും. ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ കൂടി ഇഷ്ടമല്ലാത്ത ഫുഡാണെങ്കിൽ ഞങ്ങൾ കഴിക്കത്തും എടുക്കത്തൊന്നുമില്ല. ഞങ്ങളത് വേണ്ട കഴിക്കാൻ പോവാതെയൊക്കെ ഇരിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ വീട്ടുകാരടുത്ത് പറയുമ്പോൾ അവർ പൈസ അയച്ചു തരും, അങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ ആലോചിച്ചപ്പോഴേ നല്ല വിഷമം വന്നു. കാരണം ഇവർക്ക് അങ്ങനെ പോലും കിട്ടാനില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അവർ ഒരു നേരത്തെ ആഹാരത്തിന് വരെ കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ നടക്കും. നല്ല ഡ്രസ്സില്ല, കാണുമ്പോൾ വിഷമം വന്നു. പിന്നെ കുഴപ്പമില്ല, ഓക്കെ ആയി. ഇപ്പം എല്ലാവരും ബാക്കിലുണ്ട്. പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് നടക്കുക. ഇനി കുറച്ച് സാധനം കൂടി വിളിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് 5 മണി വരെ എന്തായാലും പോവത്തില്ല. എൻ്റെ പേര് ശത്രു. ഇവരെ ട്രോളി ഇവരെ കൊല്ലും. എൻ്റെ യൂട്യൂബ് ചാനൽ സക്സസ് ആവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാവുന്നതാണ്. ആരും മൈൻഡ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ കുറേ എണ്ണം കാണും നെഗറ്റീവ് അടിച്ച് നമ്മളെ ഇങ്ങനെ നടക്കൂല എന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ മൈൻഡ് ചെയ്യരുത് അവരെ, അത്രയേ ഉള്ളൂ. ഹലോ ഗൈസ്, തിരിച്ച് ഹോസ്റ്റലിലെത്തി. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പൂജ ഇന്ന് വന്നില്ലെന്ന് പറഞ്ഞില്ലായിരുന്നോ? അവൾ വരാതിരുന്നപ്പോഴത്തേക്ക് അവൾ എനിക്ക് 500 രൂപ തന്നു വിട്ടായിരുന്നു. അവൾക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പൈസ കൊണ്ടുപോയിട്ട് ഒരു കടയിൽ കയറിയിട്ട് 100 രൂപയുടെ സാധനം മേടിച്ച് ബാക്കി 400 രൂപ അവരെൻ്റെ തിരിച്ച് തന്നു. പക്ഷെ ആ 400 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്കൊക്കെ സങ്കടം വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ എല്ലാം പോയി നോക്കി. അവിടെ പോയി നോക്കിയപ്പോഴൊന്നും അവിടെ ഇല്ല. ആ പൈസ പോയി. പിന്നെ ആരുടെയും കൈ കിട്ടിയാലും അവർ തിരിച്ചെടുത്തില്ലല്ലോ. സങ്കടം 400 രൂപ പോയെന്നെ. അയ്യോ, അതുകൊണ്ട് അതിൻ്റെ വീഡിയോയും വേറെ ഒരു വീഡിയോസും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.